നമ്മുടെ ഫേസ്ബുക്ക് പേജ് അത് പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യാരാധന സുവിശേഷ യാത്രയുടെ ലൈവ് മ്യൂസിക് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൃപയാൽ ജോൺ വിശ്വംഭരൻ രചിച്ച ഗാനങ്ങളാണ് ഈ ലൈവ് മ്യൂസിക് പ്രോഗ്രാമുകളിൽ പാടുന്നത്. എല്ലാ വ്യാഴാഴ്ചയും നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ ലൈവ് മ്യൂസിക് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ കഴിഞ്ഞ 43 വർഷമായി ക്രൈസ്തവ കൈരളിക്ക് അനേക ഗാനങ്ങൾ സമ്മാനിച്ച, ക്രൈസ്തവർ ഒന്നടങ്കം മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ക്രിസ്തുവിനെ പാടി ആരാധിക്കുന്ന അനേക ഗാനങ്ങൾ രചിച്ച കൃപയാൽ ജോൺ വിശ്വംഭരൻ ഈ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ ഈ പ്രധാന ഘടകമാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രദറൻ സുവിശേഷകനും അനുഗ്രഹിക്കപ്പെട്ട ഗായകനുമായ ഔസേപ്പച്ചൻ ചങ്ങനാശ്ശേരി നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീഡിയോ ആൽബങ്ങളിലൊക്കെ മ്യൂസിക് പ്രോഗ്രാമുകളിലൊക്കെ നിറസാന്നിധ്യമായി മാറിയ ശ്രേയ അന്ന ജോസഫ് ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ജോണി കെ ജോൺ വിശേഷാൽ ഈ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ കീബോർഡ് അറേഞ്ച് ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമുക്കൊരുമിച്ച് നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ മനസ്സ് ഈ ലൈവ് മ്യൂസിക് പ്രോഗ്രാമിന് വേണ്ടി ഒരുക്കാം. ആദ്യമായി നമുക്കൊരു ഗാനം ശ്രവിക്കാം. അഖിലാണ്ട പാലകനെ സ്നേഹിച്ച് ആരാധിക്കാം.
പാലകനെ സ്നേഹിച്ചാരാധിക്കാൻ കുമ്പിട്ടു കുമ്പിട്ടു വാഴ്ത്തി വണങ്ങിടാം. അഖിലാണ്ട പാലകനെ സ്നേഹിച്ചാരാധിക്കാൻ കുമ്പിട്ടു കുമ്പിട്ടു വാഴ്ത്തി വണങ്ങിടാം. ശൈശവകാലം മുതൽ ഇന്നേ വരെ എന്നെ മാറോടണച്ചു പോറ്റി പുലർത്തുന്നു. ശൈശവകാലം മുതൽ ഇന്നേ വരെ എന്നെ മാറോടണച്ചു പോറ്റി പുലർത്തുന്നു. മാറോടണച്ചു പോറ്റി പുലർത്തുന്നു. അഖിലാണ്ടൻ പാലകനെ സ്നേഹിച്ചാരാധിക്കാൻ കുമ്പിട്ടു കുമ്പിട്ടു വാഴ്ത്തി വണങ്ങിടാം. സൃഷ്ടിച്ച സർവശക്തൻ എനിക്കേകയാശ്രയം. ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തൻ എനിക്കേകയാശ്രയം. വാനവും ഭൂമിയും അതിലുള്ള സർവവും സൃഷ്ടാവിൻ മഹത്വം വർണ്ണിക്കുന്നു. വാനവും ഭൂമിയും അതിലുള്ള സർവവും സൃഷ്ടാവിൻ മഹത്വം വർണ്ണിക്കുന്നു. അഖിലാണ്ട പാലകനെ സ്നേഹിച്ചാരാധിക്കാൻ കുമ്പിട്ടു കുമ്പിട്ടു വാഴ്ത്തി വണങ്ങിടാം. ഉന്നതനൊരുവൻ ആരിലും വലിയവൻ കരുതുന്ന ദൈവം പരമോന്നതൻ. ഉന്നതനൊരുവൻ ആരിലും വലിയവൻ കരുതുന്ന ദൈവം പരമോന്നതൻ. വാഴ്ത്തോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കും രക്ഷിക്കും വീരനായ യേശുവുണ്ട്. നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കും രക്ഷിക്കും വീരനായ യേശുവുണ്ട്. അഖിലാണ്ട പാലകനെ സ്നേഹിച്ചാരാധിക്കാൻ കുമ്പിട്ടു കുമ്പിട്ടു വാഴ്ത്തി വണങ്ങിടാം.
ദൈവാലയവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ സ്വർഗത്തെക്കാളുന്നതനായവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ദൈവാലയത്തെക്കാൾ വലിയവനായവൻ തൻ സഭാമക്കളിൽ വസിച്ചിടുന്നു ദൈവാലയത്തെക്കാൾ വലിയവനായവൻ തൻ സഭാമക്കളിൽ വസിച്ചിടുന്നു അഖിലാണ്ട പാലകനെ സ്നേഹിച്ചാരാധിക്കാൻ കുമ്പിട്ടു വാഴ്ത്തി വണങ്ങിടാം അഖിലാണ്ട പാലകനെ സ്നേഹിച്ചാരാധിക്കാൻ കുമ്പിട്ടു വാഴ്ത്തി വണങ്ങിടാം ശൈശവകാലം മുതൽ ഇന്നേ വരെ എന്നെ മാറോടണച്ചു പോറ്റി പുലർത്തുന്നു ശൈശവകാലം മുതൽ ഇന്നേ വരെ എന്നെ മാറോടണച്ചു പോറ്റി പുലർത്തുന്നു മാറോടണച്ചു പോറ്റി പുലർത്തുന്നു അഖിലാണ്ട പാലകനെ സ്നേഹിച്ചാരാധിക്കാൻ കുമ്പിട്ടു വാഴ്ത്തി വണങ്ങിടാം. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായി പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ. കൃപയാൽ ജോൺ വിശ്വംഭരൻ. ചിലത് ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് സ്വദേശം? പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? ദൈവകൃപയാൽ ഞാൻ 73 വർഷങ്ങളായി കോട്ടയം ജില്ലയിലെ വാകത്താനം പഞ്ചായത്ത് 4-ാം വാർഡിലാണ് 73 വർഷമായി താമസിക്കുന്നത്. ബാല്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ പറയുവാൻ കഴിയുമോ? അച്ഛൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്, അമ്മയുടെ പേര് കാർത്തിയാനി എന്നാണ്. എന്ന് എൻ്റെ പിതാവ് എനിക്കൊരു 10 വയസ്സുള്ള സമയത്ത് മരണത്താൽ ലോകത്ത് മാറ്റിപ്പെട്ടു. ആ സമയത്ത് വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചൊരു ഭവനമായിരുന്നു എൻ്റേത്. എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടി ഞാനൊരു പ്രായമുള്ളൊരു അമ്മച്ചിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ ആ അമ്മച്ചി എന്നോട് ഇപ്രകാരം പറഞ്ഞു, മകനെ, നിൻ്റെ പിതാവ് മരിച്ചു പോയല്ലോ, ഇനി ആ പിതാവിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതുകൊണ്ട് പ്രയോജനമില്ല. എന്നാൽ നാം ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചു. ആ രീതി ക്രിസ്തുവിൽ ആശ്രയം ജീവിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മരിച്ചാലും ജീവിക്കും, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ടെന്ന് ഈ പ്രിയ മാതാവിനോട് പറഞ്ഞു. പക്ഷേ ആ സമയം എൻ്റെ പിതാവിൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ ഞാനൊരു ചെറിയ സഹായത്തിനാണ് അവിടെ ചെന്നത്. പക്ഷേ ഈ അമ്മച്ചി അങ്ങനെ ആ ചെറിയ കുട്ടിയായിരിക്കും എന്നോട് പറഞ്ഞപ്പോൾ അല്പമായ അമ്മച്ചിയോട് എനിക്ക് പ്രയാസം തോന്നിയെങ്കിൽ തന്നെയും പിന്നീട് ഞാൻ എപ്പോഴും അമ്മച്ചി പറഞ്ഞതിനെക്കുറിച്ച് കൂടെ ചിന്തിക്കാനിടയായി. അങ്ങനെ ഞാൻ ഒരു 10 വയസ്സിന് ശേഷം പല ക്രിസ്തീയ വീടുകളിൽ പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നൊരു അനുഭവമായിരുന്നു. സ്കൂളിൽ പോയി അങ്ങനെ കൂടുതൽ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഈ ക്രിസ്തീയ ഭവനങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയും ആ പ്രാർത്ഥനയിലൊക്കെ ഞാൻ സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു 15 വയസ്സുള്ള സമയത്ത് ഒരു മർത്തോമക്കാരനൊരു കറിയാച്ചായ അദ്ദേഹം എനിക്കൊരു പുതിയ നിയമം വായിക്കാൻ തന്നു. അത് തന്നെയുമല്ല, മാരാമൺ കൺവെൻഷൻ സ്ഥലത്ത് അതുപോലുള്ളതായ അനേക ആത്മീയ കൂട്ടായ്മയിലൊക്കെ ആ രീതി അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അങ്ങനെ ചെറിയ പ്രായം മുതലേ ഇപ്പോൾ നമ്മുടെ പ്രിയ ഔസേപ്പച്ചൻ അതേ
കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടിയതുപോലെ, അതെ, എനിക്ക് ചെറിയ പ്രായം മുതൽ ദൈവത്തെ ഒരു മതത്തിലോ ഒരു നാലുകെട്ടിനകത്തോ ഒന്നും ഒതുക്കാൻ കഴിയാത്ത ഒരു സർവശക്തമായ ദൈവത്തെക്കുറിച്ചൊരു ദർശനമാണ് ബാല്യപ്രായം പോലെ എനിക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് അഖിലാണ്ട പാലകനെ സ്നേഹിച്ച് ആരാധിക്കാം, കുമ്പിട്ട് വാഴ്ത്തി വണങ്ങാമെന്ന് പാടാനിടയാ തീർന്നു. അത് തന്നെയുമല്ല, എനിക്കിപ്പോൾ 73 വയസ്സ് പ്രായമുണ്ടല്ലോ. ഇന്നയോളം എൻ്റെ ചെറിയ പ്രായം വരെ ഇന്നയോളം എന്നെ മാറോടണച്ച് എന്നെ പരിപാലിച്ച് ഇന്ന് വരെ എന്നെ കൊണ്ടുവന്നത് എൻ്റെ കർത്താവ് യേശുവാണോ എന്ന് പറഞ്ഞാൽ, ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ച് സ്നാനപ്പെട്ട് 30-ാമത്തെ വയസ്സിലാണ്. എന്നാൽ അന്ന് ഞാനൊരു പലർക്ക് വിശ്വസിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ കൃപയാൽ യേശു ക്രിസ്തു ഉള്ളി വന്നു കഴിഞ്ഞപ്പോൾ ആ വിശ്വാസമെല്ലാം ഉപേക്ഷിച്ചു ഇന്ന് വരെ കർത്താവിന് മുഖത്തുള്ള സാക്ഷ്യം ഇപ്പം ദൈവം നടത്തും. വളരെ പ്രചോദനാത്മകമായ ഒരു സാക്ഷ്യമാണ്. ചെറുപ്രായത്തിൽ തന്നെ വളരെ അക്രൈസ്തവമായ പാരമ്പര്യത്തിൽ നിന്നും രാജാതിരാജാവും കർത്താതികർത്താവുമായ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ പ്രിയ കൃപയാൽ ജോൺ വിശ്വംഭരന് കഴിഞ്ഞു. ആ അനുഭവം ഈ 73-ാം വയസ്സിലും നിലനിർത്തുവാൻ ദൈവം കൃപ നൽകി. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയാണ്. തുടർന്നും ഇടയ്ക്ക് ചില ഗാനങ്ങൾക്ക് ശേഷം തുടർന്നും ചില സാക്ഷ്യങ്ങൾ നാം കേൾക്കുന്നതായിരിക്കും. തുടർന്ന് നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയ ശ്രേയക്കുട്ടി ക്രിസ്തുവിൻ സ്വർഗീയ അനുഗ്രഹങ്ങൾ, കൃപയാൽ ജോൺ വിശ്വംഭരൻ രചിച്ച ക്രിസ്തുവിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്ന മനോഹരമായ ഗാനം നമുക്കിപ്പോൾ ശ്രമിക്കാം.
വളരെ മനോഹരമായ ഒരു ഗാനമാണ്. അത് വളരെ ഹൃദ്യമായി പാടി. വളരെ നന്ദിയുണ്ട്. ദൈവം സഹായിക്കട്ടെ. മുമ്പേ ചെറുപ്രായത്തിൽ തന്നെ യേശു കർത്താവിനെ അറിഞ്ഞുവെന്ന് കേൾക്കുവാനിടയായി. ആ സ്നാനത്തെക്കുറിച്ചും അതിനോട് ചുറ്റുമുള്ള ആ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാമോ? 1977 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് ഞാൻ സ്നാനപ്പെട്ടത്. അത് ഈ ലോകത്തിൽ ഞാൻ രക്ഷിക്കപ്പെടണമെന്നോ സ്നാനപ്പെടണമെന്നോ എന്നോട് ആരും പറഞ്ഞതല്ല. 29-ാമത്തെ വയസ്സിൽ എനിക്ക് പലരൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10-29 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അതിനകത്തൊരു വീട് വെച്ച് ഞാൻ താമസം ആരംഭിച്ചു കുടുംബമായിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതെ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് അതെ ജീവിതത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധനെ നിർബന്ധിച്ചു. ഭൂമിയിൽ ഒരു മനുഷ്യനും എന്നോട് ആവശ്യപ്പെട്ടിട്ടല്ല. അതെ 77 ഒക്ടോബർ 1-ാം തീയതി ഞാൻ പലർക്കിടെ ഇരുന്ന സ്നേഹിതന്മാരോട് പറഞ്ഞു, ഞാൻ ചെറിയ പ്രായം മുതൽ യേശുവിനെ സ്നേഹിക്കുന്ന ആളാണ്. ഈ 73 വയസ്സിനിടയ്ക്ക് യേശുവിനെ ഇല്ലാതെ ഞാൻ മറ്റ് ദൈവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മതങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റ് ജാതികളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഈ ലോകത്തിൽ എനിക്ക് 79 വർഷത്തിനിടയ്ക്ക് 73 വർഷത്തിനിടയ്ക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം ക്രിസ്തുവിനെയാണ്. കാരണം ക്രിസ്തുവിനെ അറിയും തോറും സന്തോഷം വർദ്ധിക്കുന്നു, സമാധാനം വർദ്ധിക്കുന്നു, പ്രത്യാശ വർദ്ധിക്കുന്നു, ആശ്വാസം വർദ്ധിക്കുന്നു. ലോകത്തെ ത്യജിച്ച് കർത്താവിനോട് ജീവിക്കാനുള്ളതായ വലിയൊരു ആവേശം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം എമ്മോരിയാസ് എന്ന് പറഞ്ഞ ദൈവദാസൻ്റെ കൈക്ക് സ്നാനപ്പെട്ടു. ആ സ്നാനപ്പെട്ടതിന് ശേഷം അതിന് ഒരിക്കൽ പോലും ഞാൻ ഈ പെന്തക്കോസ്തുകാരുടെ ആരാധനയൊന്നും ദൂരമൊന്നും പോലും കണ്ടിട്ടില്ല. എന്നാൽ സ്നാനപ്പെട്ട അന്ന് സ്നാനപ്പെട്ട ഞായറാഴ്ച അന്ന് ആരാധന നടക്കുന്ന സഭാഗോളിൽ ഞാൻ കയറിയിരുന്നോ
എന്നുള്ളമേ സ്തുതിക്കുക എന്നുള്ള പാട്ട് പാടാൻ തുടങ്ങി. ആ പാട്ട് കേട്ടുകൊണ്ട് ഉപദേശി ഉൾപ്പെടെ മറ്റു വിശ്വാസികൾ കയറിയിരുന്ന് എന്നോട് ചേർന്ന് പാടാൻ തുടങ്ങി. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആദ്യം പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. അന്ന് കൃപാവരങ്ങളെ ദൈവം എന്നെ നിറച്ചു. അതെ, മറ്റ് പ്രിയപ്പെട്ടവരുടെ അതെ അനേക സങ്കീർത്തന ഭാഗങ്ങൾ മുട്ടുമേ നിന്ന് സ്നാനപ്പെട്ടെന്ന് പാടാൻ ദൈവം തന്നു. അതിനുശേഷം അവിടെ ചിലരോട് ദൂത് പറയാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. സ്നാനപ്പെട്ട് അന്ന് തന്നെ പാഷും മൂപ്പന്മാരിരിക്കുന്ന സ്റ്റേജ് എന്നെ വിളിച്ചിരുത്തി. അന്ന് സഭായോഗം നിർത്താൻ പ്രയാസമാകുന്നതുകൊണ്ട് അതുപോലൊരു ആത്മീയ സന്തോഷം എൻ്റെ ദൈവം നടത്തി. 4 മണിക്കന്ന് സഭായോഗം പിരിഞ്ഞു പോയത്. അന്ന് മുതൽ 77 ഒക്ടോബർ 2-ാം തീയതി സ്നാനപ്പെട്ട് അന്ന് മുതൽ ഇന്ന് വരെ അതെ ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു പറഞ്ഞ പോലെ ദൈവം ജയോത്സവം നടത്തും. എല്ലാം കൃപ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. കർത്താവ് വിളിച്ച് വേർതിരിച്ച അന്നു മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തുവല്ലോ. 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് അതിനുശേഷം എല്ലായിടത്തും ചുറ്റിക്കറങ്ങി കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുവാനിടയായി. ദേവദാസൻ എഴുതിയ മനോഹരമായ മറ്റൊരു ഗാനം നാം ശ്രവിക്കുവാൻ പോവുകയാണ്. മഹിമയുള്ളവൻ മറുവിലയായി. അനുഗ്രഹിക്കപ്പെട്ട ഗായകൻ ഔസേപ്പച്ചൻ ആ ഗാനം നമുക്കായി ആലപിക്കുന്നു. മഹിമയുള്ളവൻ മറുവിലയായി മനുഷ്യജാതിക്ക് രക്ഷാമാർഗമാ. മഹിമയുള്ളവൻ മറുവിലയായി മനുഷ്യജാതിക്ക് രക്ഷാമാർഗമാ. പിതാവാം ദൈവത്തിൻ പ്രസാദമായവൻ തേജസ്സിൽ കർത്താവ് ക്രൂശിതനാ. പിതാവാം ദൈവത്തിൻ പ്രസാദമായവൻ തേജസ്സിൽ കർത്താവ് ക്രൂശിതനാ. മഹിമയുള്ളവൻ മറുവിലയായി മനുഷ്യജാതിക്ക് രക്ഷാമാർഗമാ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ വഹിച്ചവൻ നമ്മുടെ വേദനയെല്ലാം ചുമന്നവൻ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ വഹിച്ചവൻ നമ്മുടെ വേദനയെല്ലാം ചുമന്നവൻ. ഇതിനേക്കാൾ വലിയ യാഗമില്ല, ഇതിനേക്കാൾ വലിയ ത്യാഗമില്ല, ഇതിനേക്കാൾ വലിയ യാഗമില്ല, ഇതിനേക്കാൾ വലിയ ത്യാഗമില്ല. മഹിമയുള്ളവൻ മറുവിലയായി മനുഷ്യജാതിക്ക് രക്ഷാമാർഗമാ. മുൾക്കിരീടം ശിരസിൽ അടിച്ചു പരിഹസിച്ചു, മുതുകുഴച്ചാൽ പോൽ
ഇളം ശിരസിൽ അടിച്ചു പരിഹസിച്ചു, മുതുകൂഴവു ചാൽ പോലടിച്ചു കീറി, കാരിരും പാണികളാൽ ക്രൂശോടു ചേർത്തടിച്ചു, പരിശുദ്ധൻ പാപികൾക്കായി സഹിച്ചല്ല. കാരിരും പാണികളാൽ ക്രൂശോടു ചേർത്തടിച്ചു, പരിശുദ്ധൻ പാപികൾക്കായി സഹിച്ചല്ല. മഹിമയുള്ളവൻ മറുവിലയായി മനുഷ്യജാതിക്ക് രക്ഷാമാർഗം. നമ്മുടെ അതിക്രമത്താൽ മുറിവേറ്റവൻ, നമ്മുടെ അകൃത്യത്താൽ തകർന്നവൻ. നമ്മുടെ അതിക്രമത്താൽ മുറിവേറ്റവൻ, നമ്മുടെ അകൃത്യത്താൽ തകർന്നവൻ. ഈ വലിയ രക്ഷ തള്ളിക്കളയാതെ സ്വർഗപിതാവിൻ ദാനം സ്വീകരിക്കൂ. ഈ വലിയ രക്ഷ തള്ളിക്കളയാതെ സ്വർഗപിതാവിൻ ദാനം സ്വീകരിക്കൂ. മഹിമയുള്ളവൻ മറുവിലയായി മനുഷ്യജാതിക്ക് രക്ഷാമാർഗമായി. പാപങ്ങളേറ്റു ചൊല്ലി ഉപേക്ഷിക്കൂ. ദൈവസ്നേഹത്തിൻ മുൻപാകെ സമർപ്പിക്കൂ. പാപങ്ങളേറ്റു ചൊല്ലി ഉപേക്ഷിക്കൂ. കൃപയാൽ ആത്മരക്ഷ വിശ്വാസത്താൽ നേടി ആത്മസന്തോഷം നീ അനുഭവിക്കൂ. കൃപയാൽ ആത്മരക്ഷ വിശ്വാസത്താൽ നേടി ആത്മസന്തോഷം നീ അനുഭവിക്കൂ. മഹിമയുള്ളവൻ മറുവിലയായി മനുഷ്യജാതിക്ക് രക്ഷാമാർഗമായി. പ്രൈസ് ദി ലോർഡ്. മാനവജാതിയുടെ പാപപരിഹാരത്തിനായി മൂന്നാടിമേൽ തൂങ്ങിയ യേശു കർത്താവിനെ വർണ്ണിക്കുന്ന ഈ മനോഹരമായ ഗാനം, പ്രൈസ് ദി ലോർഡ്, അത് വളരെ മനോഹരമായി ഹൃദ്യമായി പാടി പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. 1990-കളിൽ ക്രൈസ്തവ ദൈവമക്കളെല്ലാവരും ഒരുമിച്ച് പാടി ആരാധിച്ച ഉപവാസ പ്രാർത്ഥനയിലാകട്ടെ, സഭായോഗത്തിലാകട്ടെ, കൺവെൻഷൻ വേദികളിലാകട്ടെ, ഏതു പ്രോഗ്രാമുകളിലും ഏറ്റവും അധികം പാടിയ ഒരു ഗാനമാണ് മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞ് കൃപ പകരൂ. നമുക്കറിയാം, ഈ ഗാനം അറിയാത്തവരായിട്ട് ആരും തന്നെയില്ല. കൃപയാൽ ജോൺ വിശ്വഭരൻ്റെ രചനയിലൊന്നാണ് ഈ ഗാനം. വളരെ മനോഹരമായ ഒരു ആരാധന ഗാനമാണ്. വളരെ നല്ലൊരു ദൂത്, വളരെ നല്ലൊരു ആഹ്വാനമാണ് ഈ ഗാനത്തിലൂടെ നമുക്ക് എഴുത്തുകാരൻ നൽകുന്നത്. എഴുത്തുകാരനോട് തന്നെ നമുക്ക് ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ചോദിക്കാം. സഭയുണരാൻ ഉണർവയക്ക, ഉണർന്ന് ഞങ്ങൾ ഒരുങ്ങിയിടട്ടെ, കരിന്തിരികൾ മുറിച്ചു മാറ്റി വിളക്കിലെണ്ണ നിറച്ചിടുക. എന്താണ് ഈ ഗാനം എഴുതുവാനുള്ള സാഹചര്യം? ഇതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഈ ഗാനം എഴുതിയ ആ ദിവസത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഒന്ന് പങ്കിടാമോ നമുക്ക് വേണ്ടി? ഞാൻ ഒരു ദിവസം കറകച്ച എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കൂത്രപ്പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ
ആരംഭ കാലങ്ങളിൽ 1-ാം നൂറ്റാണ്ടിലൊക്കെ കർത്താവിന് വേണ്ടി ശിഷ്യന്മാർ അനേകരെ രക്തസാക്ഷികളാകുവാനൊക്കെയും തയ്യാറായി. അതുപോലെ പൗലോസായ ഒരു വാക്ക് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. അപ്പോൾ കർത്താവിലെപ്പോഴും സന്തോഷിക്കുക, ഈ സന്തോഷം സമൃദ്ധിയായി അനുഭവിക്കുന്നവർ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും തയ്യാറായി. ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതായ ഈ ആത്മീയ സന്തോഷം നൽകുന്നതായ പ്രകാരം മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ യഥാർത്ഥത്തിൽ അതിൻ്റെ അനുഭൂതി എന്താണെന്ന് ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അതെ, ഒരു അതായത് സത്യദൈവത്തെ വിശ്വസിച്ച് സ്നേഹിച്ച് ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്പമായിട്ടല്ല തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്നത്, അത് ധാരാളമായി സമൃദ്ധിയായിട്ടാണ്. അതാണ് നമ്മുടെ ശ്രേയ മുമ്പേ ഒരു പാട്ട് പാടി, ക്രിസ്തു സ്വർഗീയ അനുഗ്രഹങ്ങൾ. ആ മാളിമുറിയിൽ പകർന്നായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്നവരെയും ഭൂമിയിലെ നമ്മുടെ മധ്യേ ഉണ്ട്, നമ്മിൽ വസിക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നുവെങ്കിൽ അത് അളകൂടാതെ ദൈവം നൽകും. ആ കാര്യത്തിനോട് സംസാരിക്കുമ്പോൾ കൂത്തറപ്പള്ളി ബസ് സ്റ്റോപ്പിൽ കിടന്നതായ ഒരു തുണ്ട് കടലാസ് എടുത്ത് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറിച്ചൊരു ഗാനമാണ് മഹാദൈവമേ, മഹാദൈവം അനുസരിച്ച് കൃപ വരും എന്നുള്ള ഗാനം. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ്. അതെ, ഭാഗ്യകരമായ ദൈവം ഉദിച്ചുവെന്ന് ദൈവനം പറയുന്നു. അതുകൊണ്ട് ആ ഗാനം എഴുതാനുണ്ടായ സന്ദർഭം അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഗാനം എഴുതുവാനുള്ള ആ സന്ദർഭം, ആ പശ്ചാത്തലം നമുക്ക് ഇതിൻ്റെ രചയിതാവിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുവാൻ ഇടയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാം ഒരുമിച്ച് ഈ ഗാനം പാടി നമ്മുടെ മഹാദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സകലത്തിൻ്റെയും ഉടയവനും അധികാരിയുമായ നമ്മുടെ ദൈവത്തെ നാം ഒരുമിച്ച് പാടി ആരാധിക്കുവാൻ പോവുകയാണ്. പ്രിയ ശ്രേയാമോളും പ്രിയ ഔസേപ്പച്ചൻ സാറും ഈ ഗാനത്തിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ഗാനം ഇപ്പോൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇതിൻ്റെ പല്ലവികൾ ചേർന്ന് പാടി നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. Praise the Lord. Hallelujah. മനസ്സലിഞ്ഞു കൃപ പകരൂ. മഹാദൈവമേ, മഹാദൈവമേ, മനസ്സലിഞ്ഞു കൃപ പകരൂ. പകർന്ന പോലെ ആത്മാവിൻ ശക്തി പകർന്നിടുക. പകർന്ന പോലെ ആത്മാവിൻ ശക്തിയോടെ പകർന്നിടുക. മഹാദൈവമേ, മഹാദൈവമേ, മനസ്സലിഞ്ഞു കൃപ പകരൂ. മഹാദൈവമേ, മഹാദൈവമേ, മനസ്സലിഞ്ഞു കൃപ പകരൂ. Praise the Lord. Hallelujah. നിറച്ചിടുക. കരിന്തിരികൾ
തരിക മഹാമാരിയ മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ. തലയുയർത്തി ഒരുങ്ങി നിൽപ്പാൻ ദൈവ കൃപ അളവില്ലാതെ. തലയുയർത്തി ഒരുങ്ങി നിൽപ്പാൻ ദൈവ കൃപ അളവില്ലാതെ. എൻ പ്രിയനോ വന്നിടാനായി ഏകാഗ്രതയായി കാത്തിരിക്കാം. എൻ പ്രിയനോ വന്നിടാനായി ഏകാഗ്രതയായി കാത്തിരിക്കാം. മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ. മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ. മാളികമുറിയിൽ പകർന്നപ്പോഴേ ആത്മാവിൽ ശക്തി പകർന്നിടുക. മാളികമുറിയിൽ പകർന്നപ്പോഴേ ആത്മാവിൽ ശക്തി പകർന്നിടുക. മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ. മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. വീണ്ടും വീണ്ടും പാടി ആരാധിക്കുവാൻ കൊതിക്കുന്ന വരികളുള്ള ആത്മപ്രചോദിതമായ മനോഹരമായ ഒരു ഗാനമാണ്. ദൈവം സഹായിക്കട്ടെ കർത്തദാസനെ ഇത്ര മനോഹരമായ ഒരു ഗാനം എഴുതുവാൻ ദൈവം സഹായിച്ചുവല്ലോ. അതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ചില അനുഭവങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാമല്ലോ. ദൈവദാസൻ എത്ര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്? ഏറ്റവും ആദ്യം എഴുതിയ ഗാനം ഏതാണ്? ഏറ്റവും ആദ്യം എഴുതിയ ഗാനം ഏറ്റവും ആദ്യം എഴുതിയ ഗാനം എന്നെ വിളിച്ച് ദൈവപുത്ര വന്നിതാ ഞാൻ തിരുസന്നിധിയിൽ എന്നൊരു ഗാനമാണ്. എന്നാൽ ആ ഗാനം ഇന്നുവരെ കമ്പോസ് ചെയ്തിട്ടില്ല. കർത്താവ് തന്ന ഗാനങ്ങൾ എനിക്ക് പാട്ട് എഴുതാൻ അറിഞ്ഞുകൂടാ, എനിക്ക് എന്തെങ്കിലും ഒരു സംഗീതോപകരണം പ്ലേ ചെയ്യാൻ അറിഞ്ഞുകൂടാ. പാട്ടും പരിശുദ്ധാത്മാവ് നൽകുന്ന ചില കുത്തിക്കുറിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ രചനാകർത്തൃത്വം പോലും പരിശുദ്ധാത്മാവിന്. ആമേൻ. തന്നെയുമല്ല, പാട്ടെഴുതിയിരിക്കുന്നത് എത്രയെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ പാട്ടെഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു 10-25 പാട്ട് എഴുതുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു 10-12 പാട്ട് സെലക്ട് ചെയ്താണ് കമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ കമ്പോസ് ചെയ്തിരിക്കുന്ന പാട്ടിപ്പോൾ 170 ഗാനങ്ങളുണ്ട്. 170 ഗാനങ്ങളുണ്ട് കമ്പോസ് ചെയ്ത ഗാനങ്ങൾ. അതിപ്പോൾ പാട്ടുകൾ ധാരാളമുണ്ട്. ഒരു ഓർമ്മയിൽ നിന്നൊരു 10 ഗാനങ്ങൾ ഈ 170 ഗാനങ്ങളിൽ നിന്നും ഏറ്റവും ഹൃദ്യമായി നമുക്കിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വംപരം പാസ്റ്റർ ദൈവദാസന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട 10 ഗാനങ്ങളൊന്ന് പറയാമോ? എനിക്ക് എല്ലാ ഗാനങ്ങളും ഒരുപോലെ ഇഷ്ടമാണ്. എന്നാൽ ഇപ്പോൾ പാഠപുസ്തകത്തിനകത്ത് ചേർത്തിരിക്കുന്ന ആദ്യം എഴുതിയൊരു പാട്ടിങ്ങനെയുണ്ട്. അതേ ആ പാട്ട് ഞാനൊരു വിശ്വാസത്തിൽ വന്നതിന് ശേഷം 85 ഒരു മാരകമായ രോഗം എനിക്ക് വന്നു. ആ രോഗം വന്നെൻ്റെ ആരോഗ്യം തീരെ നഷ്ടപ്പെട്ടതായ സമയത്ത് ഞാൻ ഒരു തീരുമാനമെടുത്തു. ഒരു ദിവസവും വിശ്രമിക്കില്ല, ഒരു ദിവസവും ഒരു മരുന്നും കഴിക്കില്ല. പക്ഷെ എനിക്ക് വളരെ ആവശ്യതയായെങ്കിൽ തന്നെയും സുവിശേഷം അറിയിക്കാൻ ഞാനൊരു ഉന്തുവണ്ടിയെ ഉപയോഗിച്ചിരുന്നത്. സൈക്കിളിൻ്റെ 4 വീലെ ഒരു ക്രമീകരിച്ച ഉന്തുവണ്ടി. അത് പുറത്ത് മുഴുവൻ ഒരു 10-15 വാക്യങ്ങൾ എഴുതി.
അഗൂരിയുടെ മൈസെറ്റ് അതിനകത്ത് വെച്ച് ആ വണ്ടി വലിച്ചുകൊണ്ട് ഓരോ ദിവസവും 40-50 കിലോമീറ്റർ പരിശുദ്ധാത്മാവിൽ നടത്തും. 10 പേരെ കാണുന്നിടത്ത് കർത്താവിനെ കുറിച്ച് പറയാൻ ദൈവം സഹായിക്കും. അങ്ങനെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കും. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ പലചരക്ക് ബിസിനസ് സ്നാനപ്പെട്ടതിന് ശേഷം ഉപേക്ഷിച്ചു. പക്ഷേ എങ്കിൽ തന്നെ ഞാൻ ഒരു 2-3 ദിവസം പോയി പെയിൻറ്റിങ് പണികൾ ചെയ്യും. അപ്പോൾ ആ രീതി 2-3 ദിവസങ്ങൾ പെയിൻറ്റിങ് പണി ചെയ്യും. പലപ്പോഴും രാത്രിയിലൊക്കെ പോയി പെയിൻറ്റിങ് പണി കൂടെ ചെയ്യും. പകൽ ഈ ഉന്തോണ്ട് വലിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കും. അങ്ങനെ എൻ്റെ ആരോഗ്യം തീരെ നഷ്ടപ്പെട്ടതായ 85 ഞാനൊന്ന് തീരുമാനിച്ചത് ഒരു മരുന്നും എടുക്കുന്നില്ല, അത് ഒരു ദിവസം വിശ്രമിക്കുന്നില്ല. കാരണം ഞാൻ കർത്താവ് വിശ്വസിച്ച സമയം പോലെ ഏത് നിമിഷം ശരീരത്തിന് ആത്മാവ് വിട്ടുപിരിഞ്ഞാലും കർത്താവിനോട് കൂടെയാണുള്ള വലിയ പ്രത്യാശ എന്നെ ഭരിക്കുന്നു. ആ പ്രത്യാശ എനിക്കുള്ളത് കൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ ഞാൻ അമ്മയുടെ നിർബന്ധ നിമിത്തം എൻ്റെ റോഡ് ഞാൻ നടന്നു പോകാൻ അമ്മ അനുവദിക്കാതെ എന്നെ അമ്മ റോഡിൽ തടഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി 2 ആഴ്ച വിശ്രമിക്കേണ്ടതേ വന്നു. 85 ഡിസംബർ മാസം 31-ാം തീയതി 3:30 രോഗത്തിൽ നിന്ന് കർത്താവ് ദൈവം എനിക്ക് അത്ഭുത സൗഖ്യം തന്നു. എല്ലാവരും ഭയപ്പെടുന്ന രോഗം ക്ഷയരോഗമായിരുന്നു എന്നെ ബാധിച്ചിരുന്നത്. എന്നാൽ ദൈവകൃപയാൽ ആ 85-ന് ശേഷം അന്ന് ദൈവം എന്നെ സൗഖ്യമാക്കിയതിന് ശേഷം ഇന്നുവരെ അതിൻ്റേതായ ഒരു പ്രയാസം പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. പാട്ടുകളെ ഒത്തിരി പറയാനുണ്ട്. കാരണം ദൈവം തന്നൊരു പാട്ട് അന്നേരം എഴുതിയൊരു പാട്ടാണ്. എൻ്റെ സ്തുതിയും പാട്ടുമേ എൻ്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം എൻ്റെ കൂടാരം പൊളിയുവോളോ. യേശുവിൻ ക്രൂശിൽ മാത്രം എൻ്റെ കൂടാരം പൊളിയുവോളോ. ആ പാട്ട് അന്നേരം എഴുതിയതാണ്. അതുപോലെ തന്നെ ഞാൻ വളരെ മരണഭയമുള്ള ഒരാളായിരുന്നു. മരണഭയം എന്നുവരെയാണ് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുന്നത്. പക്ഷേ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ നാട്ടുകാരനെ കളിയാക്കി, കേട്ടാ ഈ വിശ്വംബരൊരു പ്രാന്താണ്, ഇവൻ ഇപ്രകാരം ഒരു ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് സാക്ഷ്യം പറയുന്നത് വലിയ പ്രാന്താണെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഇങ്ങനെ എന്നെ ആക്ഷേപിച്ചു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതൊരു പ്രാന്താണോ യഥാർത്ഥം? അപ്പോൾ പരിശുദ്ധാൽ പെട്ടെന്ന് എനിക്കൊരു ഗാനം തന്നു. ആ ഗാനം യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ മരണഭയം തീർത്തു മാറി എത്ര സന്തോഷം. യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ മരണഭയം തീർത്തു മാറി എത്ര സന്തോഷം. ആമേൻ, എത്ര സന്തോഷം, നിത്യ സൗഭാഗ്യം, യേശു വന്ന ഉള്ളത്തിൽ നിത്യമാനന്ദം. ഈ പാട്ടെല്ലാം ഇപ്പോൾ അതുപോലെ ഓർമ്മയിൽ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പാടാൻ സമയം പോകും. അതുകൊണ്ട് നമുക്ക് മറ്റ് ചില ഗാനങ്ങളിലേക്ക് പോകാം. റീസെൻ്റായിട്ട് മോൾ പാടിയ മനോഹരമായ ഒരു ഗാനമാണ് രാജാതി രാജാവാം കർത്താതി കർത്താവാം സർവ്വലോക സൃഷ്ടാവാം എന്ന മനോഹരമായ ഗാനം. യൂട്യൂബിൽ ഈ ഗാനം ഉണ്ട്. ഒരുപാട് പേർ കണ്ട മനോഹരമായ ഒരു ഗാനമാണ്. നമുക്ക് ഈ ഗാനം ഇപ്പോൾ ശ്രവിക്കാം. രാജാധിരാജാവാം കർത്താധികർത്താവാം സർവ്വലോക സൃഷ്ടാവാം എൻ്റെ ദൈവം.
താങ്ക് യു ശ്രേയക്കുട്ടി, വളരെ മനോഹരമായി ആലപിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദേവദാസൻ്റെ ഗാനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനകത്തെല്ലാം ആഴമായ ഈ വചനത്തിൻ്റെ ഒരു പിൻബലം കാണുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? മാനുഷികമായി എൻ്റെ ഭാഗത്തുനിന്ന് ഈ ഗാനങ്ങൾക്കകത്തൊന്നുമില്ല. കാരണം പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചു, പരിശുദ്ധാത്മ എന്നിൽ കൂടെ ഇങ്ങനെ ചില വരികൾ കുറിക്കാൻ തന്നു. പക്ഷെ എനിക്ക് ഞാൻ എഴുതിയാൽ അത് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ ആ രീതിയിൽ കുത്തി കുറിക്കുന്നത് എഴുതാൻ അറിയാവുന്ന ഒരാളുടെ അടുക്കൽ വായിച്ച് കേൾപ്പിച്ച് അവരാണത് അതിൻ്റെ ശരിയായ രീതിയിൽ ഇടുന്നത്. ഞാൻ ഇന്ന് വരെ ആകുന്നത് ദൈവത്തിൻ്റെ മഹാകൃപ ഒന്നു മാത്രമാണ്. കാരണം ഈ 73 വർഷക്കാലം ഇന്ന് വരെ
എനിക്കൊരു മദ്യം മണക്കാനിടയായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് കുടിക്കാനോ അത് ഉപയോഗിക്കാനോ അതിൻ്റെ രുചിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് തന്നെയുമല്ല, ഈ ചെറിയ പ്രായം മുതൽ ഇന്ന് വരെ ദൈവം എന്നെ നടത്തുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏത് നിമിഷം ശരീരത്തിന് ആത്മാവ് വിട്ടു കഴിഞ്ഞാലും കർത്താവിനോട് കൂടെ ആയിരിക്കുള്ള വലിയ പ്രത്യാശ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ വരുന്നതായ രോഗങ്ങളിലോ മറ്റ് കഷ്ടതകളൊന്നും തന്നെ ഞാൻ ആ രീതിയിൽ ഭയപ്പെടാറില്ല. അതേ മോള് ഇപ്പം പാടിയതുപോലെ തീപ്പരി ഉയരെ പറക്കുന്ന പോലെ കഷ്ടതയ്ക്ക് മനുഷ്യൻ ജനിച്ചിരിക്കുന്നു ഇയ്യോൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ തീപ്പരി ഉയരെ പറക്കുന്ന പോലെ മനുഷ്യൻ്റെ ചെയ്ത് കഷ്ടത ഉണ്ടെങ്കിൽ തന്നെയും ഈ കഷ്ടതയെല്ലാം അതിജീവിച്ച് ഇതിനെല്ലാം കാൽക്കീഴാക്കി ഇതിൻ്റെ മേൽ ജയാളികളായി ജീവിക്കുവാൻ തൊക്കൊണ്ടും കർത്താവ് നമുക്ക് കൃപ നൽകും. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ഇനിയും കൂടുതൽ ഗാനങ്ങൾ രചിക്കുവാനൊക്കെ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് ഒരു ഗാനം കൂടി ശ്രവിക്കാം. കൃപയാൽ ജോൺ വിശ്വംഭരൻ ദേവദാസൻ എഴുതിയ യഹോവയാം ദൈവം അനാദിയായവൻ എന്ന ഒരു മനോഹരമായ ഗാനം കൂടി നമുക്ക് ശ്രവിക്കാം. പ്രിയ ഔസേപ്പച്ചൻ സാറ് നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. പരിശുദ്ധൻ സർവശക്തൻ യഹോവയാം ദൈവം അനാദിയായവൻ മഹാപരിശുദ്ധൻ സർവശക്തൻ തന്നെ ഗജാതന പ്രിയപുത്രനിൽ ദൈവമഹത്വം കണ്ടാരാധിക്കാം. തന്നെ ഗജാതന ദൈവമഹത്വം കണ്ടാരാധിക്കാം. ദൈവമഹത്വം കണ്ടാരാധിക്കാം. യഹോവയാം ദൈവം അനാദിയായവൻ മഹാപരിശുദ്ധൻ സർവശക്തൻ. ദൈവത്തിനടിസ്ഥാനം സ്ഥിരമായി നിൽക്കും. ക്രിസ്തുവാം പാറമേലുറച്ചു നിൽക്കാം. ദൈവത്തിനടിസ്ഥാനം സ്ഥിരമായി നിൽക്കും. ക്രിസ്തുവാം പാറമേലുറച്ചു നിൽക്കാം. വൃദ്ധരായാലും ചുമക്കുന്ന ദൈവമേ പരമപിതാവിന് സ്തുതി പാടിടാം. വൃദ്ധരായാലും ചുമക്കുന്ന ദൈവമേ പരമപിതാവിന് സ്തുതി പാടിടാം. പരമപിതാവിന് സ്തുതി പാടിടാം. യഹോവയാം ദൈവം അനാദിയായവൻ മഹാപരിശുദ്ധൻ സർവശക്തൻ. തന്നെ ഗജാതന പ്രിയപുത്രനിൽ ദൈവമഹത്വം കണ്ടാരാധിക്കാം.
നാൾതോറും നമ്മെ കരുതുന്നവൻ. ഈ ലോക ജീവിതം ശുഭകരമാവാൻ നാൾതോറും നമ്മെ കരുതുന്നവൻ. നാൾതോറും നമ്മെ കരുതുന്നവൻ. യഹോവയാം ദൈവം അനാദിയായവൻ, മഹാപരിശുദ്ധൻ സർവശക്തൻ. തന്നേകജാതന പ്രിയപുത്രനിൽ ദൈവമഹത്വം കണ്ടാരാധിക്കാം. ദൈവമഹത്വം കണ്ടാരാധിക്കാം. താരനെ പൂർണ്ണമായി പിൻപറ്റി നീതി ചെയ്യാൻ. പാപത്തെ വെറുക്കുന്ന ഈ നല്ല താരനെ പൂർണ്ണമായി പിൻപറ്റി നീതി ചെയ്യാൻ. ലോകത്തെ സ്നേഹിച്ച് നാശത്തിൽ പതിക്കാതെ നീറും ഹൃദയത്തോടനുദപിക്കാം. ലോകത്തെ സ്നേഹിച്ച് നാശത്തിൽ പതിക്കാതെ നീറും ഹൃദയത്തോടനുദപിക്കാം. നീറും ഹൃദയത്തോടനുദപിക്കാം. യഹോവയാം ദൈവം അനാദിയായവൻ, മഹാപരിശുദ്ധൻ സർവശക്തൻ. തന്നേകജാതന പ്രിയപുത്രനിൽ ദൈവമഹത്വം കണ്ടാരാധിക്കാം. ആത്മാവിൻ ശക്തിയോടെ ദോഷം വിട്ടോടാ, നന്മയാൽ തിന്മയെ ജയിച്ചു മുന്നേറിടാം. ആത്മാവിൻ ശക്തിയോടെ ദോഷം വിട്ടോടാ, നന്മയാൽ തിന്മയെ ജയിച്ചു മുന്നേറിടാം. ചുളപോൽ കത്തുന്ന ദിവസത്തിൽ വീഴാതെ പുത്രനെ ചുംബിച്ച് ജീവരക്ഷ നേടാം. ചുളപോൽ കത്തുന്ന ദിവസത്തിൽ വീഴാതെ പുത്രനെ ചുംബിച്ച് ജീവരക്ഷ നേടാം. പുത്രനെ ചുംബിച്ച് ജീവരക്ഷ നേടാം. യഹോവയാം ദൈവം അനാദിയായവൻ, മഹാപരിശുദ്ധൻ സർവശക്തൻ. യഹോവയാം ദൈവം അനാദിയായവൻ, മഹാപരിശുദ്ധൻ സർവശക്തൻ. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായി പാടി. ദൈവം സഹായിക്കട്ടെ. സത്യാരാധന സുവിശേഷ യാത്ര എന്നതായിരുന്നു ടീമിൻ്റെ പേര്. അതിൻ്റെ ആരംഭകാലത്തെക്കുറിച്ച് ഒന്ന് ഹ്രസ്വമായിട്ടൊന്ന് പറയാമോ? മൈക്ക് ഉപയോഗിക്കണേ. ദൈവകൃപയാൽ ഞാൻ ആരംഭകാലം ഒരു സൈക്കിളിൻ്റെ 4 ഒരു ഉന്തുവണ്ടി ഉണ്ടാക്കിയ കർത്താൻ സാക്ഷ്യം വഹിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ. സ്വന്തമായിട്ടുണ്ടാക്കിയതാണോ അതോ അത് മറ്റേ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചു? നമ്മുടെ ഐഡിയ ആണ്. അതെ. എന്നാൽ ആ ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് എന്നോടുകൂടെ ധാരാളം ആൾക്കാർ എന്നോട് ചേർന്ന പരിശോധന നടത്തുവാനൊക്കെ എൻ്റെ കൂടെ വരുമായിരുന്നു. അത്ര ഒരു വ്യത്യസ്തമായ ഒരു സുവിശേഷീകരണ മെത്തേഡ് അങ്ങനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്തായിരുന്നു? എൻ്റെ കാരണം എനിക്ക് സാമ്പത്തികമായ വലിയ അങ്ങനെയുള്ളതായ കഴിവൊന്നുമില്ല. പിന്നെ അണ്ണാറക്കണ്ണൻ തന്നാല എന്ന് പറഞ്ഞ പോലെ, അതായത് മറ്റുള്ള ആൾക്കാരുടെ അടുക്കൽ
സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈ നീട്ടാതെ നമ്മൾ ആ രീതിയിൽ ഒരു ചെറിയ വണ്ടിയൊക്കെ സംഘടിപ്പിച്ച് ആ രീതി ഒരു സാക്ഷ്യം വഹിച്ചതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് 40-50 കിലോമീറ്റർ നടക്കാൻ പറ്റിയിട്ട് എനിക്ക് ആരോഗ്യം. 4 സൈഡിലും വാക്യങ്ങളായിരുന്നു. അതെ, എല്ലാ സൈഡിലും വാക്യങ്ങൾ, എല്ലാ എല്ലാ സൈഡിലും വാക്യങ്ങളാണ്. മുന്നോട്ടും പുറകോട്ടും 2 ഓണ് വെച്ച് പാട്ട് പാടിക്കൊണ്ടാണ്, സത്യാരാധനകൾ പാടിക്കൊണ്ട്, അതുപോലെ തന്നെ 10 പേരെ കാണുന്നത് പരിശോധന നടത്തും. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആ ഉന്തുവണ്ടിയിൽ എഴുതിയിരുന്നതാണ് സത്യാരാധന സുവിശേഷ യാത്ര എന്നുള്ളതായിരുന്നു ഒരു ഹെഡിങ് ആയിരുന്നു മുകളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കൃപയാൽ അത് അന്ന് ആ പ്രവർത്തിച്ചത്. എൻ്റെ കൂടെ പിന്നെ 42 വർഷങ്ങൾക്ക് മുമ്പ് ടീമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് 40-50 പേര് ഇപ്പോഴും എന്നോട് ടീമായിട്ട് ഞങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പോൾ അനേക ടീമുകൾ, അന്ന് ആരംഭിച്ച 3-4 ടീമുകൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കൂടെ ഇപ്പോൾ എനിക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധന പോകാനായിട്ട്, ഏത് സമയത്ത് പോകാനാണെങ്കിലും എൻ്റെ കൂടെ വരാനായിട്ട് ധാരാളം ആൾക്കാർ എപ്പം വിളിച്ചാലും കൂടെ വരാൻ, വാഹനമായിട്ട് കൂടെ വരാൻ ദൈവം ഇപ്പോഴും ഉണ്ട്. എല്ലാം ദൈവകൃപ. ആ കാലഘട്ടത്തിൽ ദൈവം വളരെ ശക്തമായി ഉപയോഗിച്ച ദൈവദാസനാണ് കൃപയാൽ ജോൺ വിശ്വംഭരൻ. എല്ലാവരും സുവിശേഷം അറിയിക്കുമ്പോൾ താൻ വ്യത്യസ്തമായൊരു മെത്തേഡിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ മുമ്പിൽ വരച്ച് കാണിക്കുവാൻ ആർജവം കാട്ടിയ ഒരു ദൈവദാസനാണ്. ഇത്രത്തോളം ദൈവം മാനിക്കുവാനിടയായി. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലാത്തത് കൊണ്ടാണ് മറ്റ് ഒരു ഗാനത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദേവദാസൻ്റെ സാക്ഷ്യങ്ങൾ ഈ പാട്ടുകൾക്കിടയ്ക്ക് വീണ്ടും വീണ്ടും നാം തുടരുന്നതായിരിക്കാം. സാഗരതീരത്ത് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗാനം വീണ്ടും നമുക്ക് ശ്രവിക്കാം. കൃപയാൽ ജോൺ വിശ്വംഭരൻ രചിച്ച സാഗരതീരത്ത് എന്ന മനോഹരമായ ഒരു ഗാനം കൂടി നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. തീരത്തെ മണലിലുമധികമായി യേശു താൻ നൽകിയ ഉപകാരങ്ങൾ. സാഗരതീരത്തെ മണലിലുമധികമായി യേശു താൻ നൽകിയ ഉപകാരങ്ങൾ. രാപ്പകൽ നാഥനെ പാടിയാരാധിക്കാം, എണ്ണിയാൽ തീരില്ല അനുഭവങ്ങൾ. രാപ്പകൽ നാഥനെ പാടിയാരാധിക്കാം, എണ്ണിയാൽ തീരില്ല അനുഭവങ്ങൾ. സാഗരതീരത്തെ മണലിലുമധികമായി യേശു താൻ നൽകിയ ഉപകാരങ്ങൾ.
വഴിയും സത്യവും ജീവനുമായവൻ തളരാതെ എന്നെ നടത്തിയിടുന്നു. വഴിയും സത്യവും ജീവനുമായവൻ തളരാതെ എന്നെ നടത്തിയിടുന്നു. പുനരുത്ഥാനത്തിൻ അത്യന്ത ശക്തിയാ ക്രൂശിന്റെ പാതയിൽ ഓടുന്നു ഞാൻ. പുനരുത്ഥാനത്തിൻ അത്യന്ത ശക്തിയാ ക്രൂശിന്റെ പാതയിൽ ഓടുന്നു ഞാൻ. സാഗര തീരത്തെ മണലിലുമധികമായി യേശുതാൻ നൽകിയ ഉപകാരങ്ങൾ. മരുഭൂ പ്രയാണത്തിൽ ആശ്വാസമായെന്നും സ്വർഗീയ ദൂതന്മാർ കൂടെയുണ്ട്. മരുഭൂ പ്രയാണത്തിൽ ആശ്വാസമായെന്നും സ്വർഗീയ ദൂതന്മാർ കൂടെയുണ്ട്. മോഹനദേശത്ത് എനിക്കായി അളവുന്നു വീണന്റെ ഓഹരി ക്രിസ്തുവത്രേ. മോഹനദേശത്ത് എനിക്കായി അളവുന്നു വീണന്റെ ഓഹരി ക്രിസ്തുവത്രേ. സാഗര തീരത്തെ മണലിലുമധികമായി യേശുതാൻ നൽകിയ ഉപകാരങ്ങൾ. ഓട്ടം തികയ്ക്കാൻ വിശ്വാസം കാക്കാൻ നീതിയിൻ കിരീടം പ്രാപിച്ചിടാൻ. ഓട്ടം തികയ്ക്കാൻ വിശ്വാസം കാക്കാൻ നീതിയിൻ കിരീടം പ്രാപിച്ചിടാൻ. കൂടെ സഹിച്ചെന്നാൽ കൂടെ വാഴാമെന്നും ഈ ലോക സ്നേഹിയായി തീർന്നിടല്ലേ. കൂടെ സഹിച്ചെന്നാൽ കൂടെ വാഴാമെന്നും ഈ ലോക സ്നേഹിയായി തീർന്നിടല്ലേ. സാഗര തീരത്തെ മണലിലുമധികമായി യേശുതാൻ നൽകിയ ഉപകാരങ്ങൾ. സാഗര തീരത്തെ മണലിലുമധികമായി യേശുതാൻ നൽകിയ ഉപകാരങ്ങൾ. രാപ്പകൽ നാഥനെ പാടിയാരാധിക്കാൻ എണ്ണിയാൽ തീരില്ല അനുഭവങ്ങൾ. രാപ്പകൽ നാഥനെ പാടിയാരാധിക്കാൻ എണ്ണിയാൽ തീരില്ല അനുഭവങ്ങൾ. സാഗര തീരത്തെ മണലിലുമധികമായി യേശുതാൻ നൽകിയ ഉപകാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായിരുന്നു ഈ ഗാനം. മനോഹരമായി പാടി. ദൈവം സഹായിക്കട്ടെ. ഈ ഉന്തുവണ്ടി, നമ്മൾ വീണ്ടും ഉന്തുവണ്ടിയിലേക്ക് വരികയാണ്.
ഏകദേശം 10-40 വർഷങ്ങൾ അല്ലേ? അത് 20 വർഷം 20 വർഷം ആ ഉന്തുകൊണ്ട് വലിച്ചുകൊണ്ടാണ് സാക്ഷ്യം വഹിച്ചു. എന്തെങ്കിലും പ്രത്യേകമായ ഓർമ്മകളുണ്ടോ? ഏറ്റവും ദീർഘമായ, ഒത്തിരി ഓർമ്മകളുണ്ട്. ഏറ്റവും ദൂരെ യാത്ര ചെയ്തെന്തെങ്കിലും? ആ വണ്ടിയായിട്ട് തിരുവനന്തപുരത്ത് ഞാലിയാവഴിയെന്ന് ഞാൻ താമസിക്കുന്ന ഭാഗത്താണ് തിരുവനന്തപുരം വരെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ വണ്ടി ഒന്ന് പിടിച്ചു ഞാൻ തനിയെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ വണ്ടി ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് 6-7 പേര് കൂടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് തടയാൻ അതവർ പിടിച്ച് നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ മുന്നോട്ട് വലിച്ചുകൊണ്ട് നിന്നു. 6-7 പേര് കൂടി പുറകോട്ട് വലിച്ചിട്ട് പോലും അത് പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റിയില്ല. അങ്ങനെ പോകുന്ന സമയത്ത് പുനലൂര് കഴിഞ്ഞ് അഞ്ചൽ ഒരു പരിശോധന നടത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ഇതിവിടെ പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മൈക്കിന് കയറി പിടിച്ചു. ഞാൻ മനുഷ്യൻ്റെ ശരീരത്തിൽ തൊട്ടു, ആ മനുഷ്യൻ്റെ തോളയിലൊന്ന് തൊട്ടു. ആ മനുഷ്യൻ പിന്നെ അനങ്ങാതെ നിശ്ചലമായിട്ട് അവിടെ നിന്നു. ഞാൻ കർത്താവിനെ അവിടെ സാക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈ മനുഷ്യനെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം ഉന്തുവണ്ടിയായിട്ട് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെയുള്ളതായ 100 അനുഭവങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ സത്യാരാധന സുവിശേഷ യാത്രയിൽ നിരവധി അനുഭവങ്ങളുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ. ഏറ്റവും ദൂരെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്കായിരുന്നു. ഓക്കെ, നമുക്കൊരു ഗാനം കൂടി ശ്രവിക്കാം. കൃപയാൽ ജോൺ വിശ്വംഭരൻ എന്ന അതുല്യമായ ഒരു പ്രതിഭ ക്രൈസ്തവ കൈരളിക്ക് ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ദാനമെന്ന് പറയാം. പ്രിയ ദൈവദാസൻ്റെ കരങ്ങളാൽ രചിക്കപ്പെട്ട മനോഹരമായ ഒരു ഗാനമുണ്ട്. യേശു ക്രിസ്തു എനിക്ക് ഏറ്റവും വലിയവനോ ഞാനോ എളിവനും ദരിദ്രനുമായ. 2 വാക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഈ ഗാനത്തിൻ്റെ പിന്നിലെ ഈ പാട്ടിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഞാൻ വായിക്കുന്ന സമയത്ത് അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തുവിനെ ആദ്യം കാണുന്നത് മറിയ. എന്നാൽ മറിയോട് കർത്താവ് യേശു ഒരു കാര്യം പറയുന്നുണ്ട്. നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറയണം, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ആയവൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകും. അതായത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, മരണത്തെയും പാതാളത്തെയും ജയിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് യേശു പറയുകയാണ്, എൻ്റെ പിതാവ് എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്, എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവാണ്. അതെ, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുന്നത്, തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ വാത്സല്യ സഹോദരനാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള സഹോദരന്മാരെ ഒരുപക്ഷെ നമ്മളെ വേണ്ടത്ര കരുതിയില്ലെങ്കിലും അതെ എക്കാലവും നമ്മളെ കരുതുവാൻ തക്കവണ്ണം നമ്മുടെ ഏറ്റവും നല്ല സഹോദരനാണ് കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ട് ആ പാട്ടിൻ്റെ ഒരു ചാൻസ് ഇപ്രകാരമുണ്ട്. യേശുവിൻ്റെ ദൈവം എൻ്റെയും ദൈവം, യേശുവിൻ പിതാവൻ്റെ സ്വർഗീയനാഥൻ, യേശുവിൻ്റെ വത്സല സോദരനാ, ക്രിസ്തുവിലെ ജീവിതം എത്ര ധന്യമേ. അതെ, അതൊരു പ്രത്യേക അനുഭവമാണ്. കാരണം ധാരാളം ക്രിസ്തീയ ഗാനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നതായ പ്രത്യേക ചില വെളിപ്പാടും ദർശനങ്ങളും ഒരു പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ടാണ് ആ പാട്ട് എനിക്ക് എൻ്റെ ഈ 73 വർഷക്കാല ജീവിതത്തിൽ എനിക്ക് ഇന്നയോളം യേശു ക്രിസ്തുവിനെ അല്ലാതെ ഇന്നും വരെ എനിക്കാരെയും വലിയവനായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അഖിലാണ്ട ബാലനെ കുറിച്ച് അവസരിപ്പിച്ച് പാടി. കാരണം ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അതായത് ഞാൻ ഈ ചെറിയ ബാലകനായിരിക്കുമ്പോൾ ഞാൻ ഈ റോഡൊക്കെ നടന്നു പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഈ പ്രകൃതി ഭംഗി കാണുന്ന സമയത്ത് ഞാൻ ഇപ്രകാരം പാടാറുണ്ട്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാൻ നമുക്ക് എണ്ണാൻ കഴിയില്ല. സൂര്യനെ നമുക്ക് ജ്വലിച്ച പ്രകാരം സൂര്യനെ കാണുന്നു, ചന്ദ്രൻ, ഭൂമി, പൂർണ്ണ ഇതെല്ലാം കാണും. എന്നാൽ എനിക്ക് ചെറിയ പ്രായം മുതൽ ഞാൻ എൻ്റെ കർത്താവായ ദൈവത്തെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ പ്രകൃതിയിൽ കൂടെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു പാട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്. സ്വർഗത്തിൽ എനിക്കെൻ്റെ ദൈവമുണ്ട്, സകലവും വചനത്താൽ വഹിക്കുന്നവൻ,
പ്രപഞ്ചവും പ്രപഞ്ചിക രഹസ്യങ്ങളും എൻ്റെ സൃഷ്ടാവാൻ ദൈവത്തെ വാഴ്ത്തിയിടുന്നു. അപ്പോൾ ഈ എൻ്റെ ജീവിതത്തിൽ ഈ പ്രകൃതി മുഴുവനും സൃഷ്ടാവായ ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. Praise the Lord. അതുകൊണ്ട് ഞാൻ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം വായിച്ചറിയുന്നത്. അതാണ് എൻ്റെ അനുഭവം. Praise the Lord. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ എനിക്ക് ഏറ്റവും വലിയവനായി കാണുന്നത് കൊണ്ട് കാണാൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു എന്നോട് പറയാം. എൻ്റെ ഈ 73 വർഷക്കാല ജീവിതത്തിൽ ഞാൻ ഇന്ത്യയുടെ മിക്കവാറും സ്റ്റേറ്റ് സഞ്ചരിക്കുന്ന ആളാണ്. ലോകം നാനാഭാഗങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ സമ്പന്നനായി ഒരുവന് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. ഭൂമിയിൽ ഇന്ന് വരെ സമ്പന്നനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകാൻ കർത്താവ് സമ്പന്നനാണെന്ന് റോമാലേഖനം 10-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 11-12 വാക്യം വായിക്കുമ്പോൾ റോമാലേഖനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകാൻ അവൻ മഹാസമ്പന്നനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ദാരിദ്ര്യം മാറ്റുവാൻ, അവൻ്റെ സകല പ്രശ്നവും പരിഹരിപ്പാൻ ഒരേ ഒരു കർത്താവും ദൈവമായും നമുക്കുണ്ട്. ആ കർത്താവാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ആ യേശു ക്രിസ്തു മാത്രം വലിയവനെന്ന് വാഴ്ത്തുവാൻ ദൈവനെ നടത്തും. അതെ, യേശു ക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയവൻ. അവൻ നമ്മുടെ ആരാധ്യനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ കർത്താവാണ്, അവൻ മഹാദൈവമാണ്. ആ കർത്താവിനെ മഹത്വവൽക്കരിച്ച് പാടുന്ന മനോഹരമായ ഒരു ഗാനരചനയാണ് പ്രിയ കൃപയാൽ ജോൺ വിശ്വംഭരൻ്റെ ഈ രചന. ഇത് നമുക്ക് മനോഹരമായ ആലാപനത്തിലൂടെ രണ്ടുപേരുടെയും, പ്രിയ ശ്രേയ മോളുടെയും പ്രിയ അഫ്സൽ സാറിൻ്റെയും ഒരുമിച്ചുള്ള ആലാപനത്തിലൂടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. യേശുക്രിസ്തു എനിക്കേറ്റം വലിയവനാ, ഞാനോ എളിയവനും ദരിദ്രനുമാ. യേശുക്രിസ്തു എനിക്കേറ്റം വലിയവനാ, ഞാനോ എളിയവനും ദരിദ്രനുമാ. എന്റെ പ്രാണസങ്കടം കണ്ടെന്നെ രക്ഷിപ്പാൻ സ്വർഗത്തിൻ അധിപതി ഇറങ്ങി വന്നു. എന്റെ പ്രാണസങ്കടം കണ്ടെന്നെ രക്ഷിപ്പാൻ സ്വർഗത്തിൻ അധിപതി ഇറങ്ങി വന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും സ്വർഗീയ രക്ഷകനെ ആരാധിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും സ്വർഗീയ രക്ഷകനെ ആരാധിക്കാം. സ്വർഗീയ സീയോൻ പണിയുന്നവൻ പണിതീർത്തു വേഗം നമ്മെ ചേർത്തിടും. സ്വർഗീയ സീയോൻ പണിയുന്നവൻ പണിതീർത്തു വേഗം നമ്മെ ചേർത്തിടും. യേശുവിന്റെ ദൈവം എന്റെയും ദൈവം, യേശുവിൻ പിതാവിന്റെ സ്വർഗീയനാഥൻ. യേശുവിന്റെ ദൈവം എന്റെയും ദൈവം, യേശുവിൻ പിതാവിന്റെ സ്വർഗീയനാഥൻ. യേശുവിന്റെ വത്സല സഹോദരനാ, ക്രിസ്തുവിൻ ജീവിതം എത്ര ധന്യമേ. യേശുവിന്റെ വത്സല സഹോദരനാ, ക്രിസ്തുവിൻ ജീവിതം എത്ര ധന്യമേ. അത്യുന്നതന്റെ ശക്തിനാമം ദാവീദ് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, അത്യുന്നതന്റെ അതിശ്രേഷ്ഠനാമം ദാവീദ് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, തനിക്കും തലമുറയ്ക്കും കരുതി ദൈവം എനിക്കായി സർവ്വതും കരുതുമല്ലോ. തനിക്കും തലമുറയ്ക്കും കരുതി ദൈവം എനിക്കായി സർവ്വതും കരുതുമല്ലോ.
കുരുടൻ തൻ നിലവിളി കേട്ടവരൻ, മൂടൻ തന്റെ യാചന കേട്ടവരൻ, കുരുടൻ തൻ നിലവിളി കേട്ടവരൻ, മൂടൻ തന്റെ യാചന കേട്ടവരൻ, പക്ഷവാതരോഗി മനസ്സലിഞ്ഞോ തന്റെ അതിമഹത്തായ പ്രതിഫലമേ, പക്ഷവാതരോഗിയിൽ മനസ്സലിഞ്ഞോ തന്റെ അതിമഹത്തായ പ്രതിഫലമേ. വിശ്വാസത്താൽ ശക്തരായി പ്രാർത്ഥിച്ചിടാം, സ്തോത്രത്തിൽ ജാഗരിച്ച് ആരാധിച്ചിടാം. വിശ്വാസത്താൽ ശക്തരായി പ്രാർത്ഥിച്ചിടാം, സ്തോത്രത്തിൽ ജാഗരിച്ച് ആരാധിച്ചിടാം. തന്നെപ്പോൾ മനമുരുകി ധ്യാനിച്ചിടാം, എന്റെ യേശു എനിക്കെന്നും മതിയായവൻ. തന്നെപ്പോൾ മനമുരുകി ധ്യാനിച്ചിടാം, എന്റെ യേശു എനിക്കെന്നും മതിയായവൻ. ലോകത്തിൽ ഞാൻ എന്തെല്ലാം നേടിയാലും ശവക്കുഴി കൊണ്ടെല്ലാം തീരുമല്ലോ. ലോകത്തിൽ ഞാൻ എന്തെല്ലാം നേടിയാലും ശവക്കുഴി കൊണ്ടെല്ലാം തീരുമല്ലോ. യേശുവിൻ വിശ്വസ്ത സാക്ഷിയായി സ്വർഗീയ സിയോനിൽ കൂടെ വരാം. യേശുവിൻ വിശ്വസ്ത സാക്ഷിയായി സ്വർഗീയ സിയോനിൽ കൂടെ വരാം. കീർത്തനങ്ങളാലും സ്തുതികളാലും സ്വർഗീയ രക്ഷകനെ ആരാധിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും സ്വർഗീയ രക്ഷകനെ ആരാധിക്കാം. സ്വർഗീയ സിയോൻ പണിയുന്നവൻ പണിതീർത്തു വേഗം, സ്വർഗീയ സിയോൻ പണിയുന്നവൻ പണിതീർത്തു വേഗം നമ്മെ ചേർത്തിടും. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു ആരാധനാ ഗാനമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത ഗാനം കേൾക്കുവാൻ പോകുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രം എന്ന മനോഹരമായ ഗാനമാണ്. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ എഴുതിയ ഗാനമാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ. അടുത്തതായിട്ട് നമുക്ക് ആ ഗാനം ശ്രവിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രമൻ യാചന നൽകുമാറാകണമേ. യേശുവിൻ പാപപരിഹാര രക്തത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആശ്രയിപ്പു. വളരെ മനോഹരമായ ഒരു രചനയാണിത്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ മനോഹരമായ ഗാനം ശ്രവിക്കാം. ദൈവമേ സ്തോത്രമൻ യാചന നൽകുമാറാകണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രമൻ യാചന നൽകുമാറാകണമേ. യേശുവിൻ പാപപരിഹാര രക്തത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാശ്രയിപ്പൂ. യേശുവിൻ പാപപരിഹാര രക്തത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാശ്രയിപ്പൂ.
ആശ്രയിപ്പൂ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രമൻ യാചന നൽകുമാറാകേണമേ. ക്ഷമിക്കണമേ, പാപങ്ങൾ പോക്കി കഴുകണമേ. അധർമ്മങ്ങൾ എന്നോടു ക്ഷമിക്കണമേ, പാപങ്ങൾ പോക്കി കഴുകണമേ. നിർമ്മലമായൊരു ഹൃദയം നൽകി നിത്യപിതാവെന്നിൽ വാഴണമേ. നിർമ്മലമായൊരു ഹൃദയം നൽകി നിത്യപിതാവെന്നിൽ വാഴണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രമൻ യാചന നൽകുമാറാകേണമേ. ഏകാന്ത ജീവിതേ നിർഭയനാ പത്മോസിൽ ജീവിച്ച യോഹന്നാന്. ഏകാന്ത ജീവിതേ നിർഭയനാ പത്മോസിൽ ജീവിച്ച യോഹന്നാന്. സ്വർഗമഹത്വവും ലോകാവസാനവും വെളിപ്പാടിൻ ചൈതന്യം നൽകിയല്ലോ. സ്വർഗമഹത്വവും ലോകാവസാനവും വെളിപ്പാടിൻ ചൈതന്യം നൽകിയല്ലോ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രമൻ യാചന നൽകുമാറാകേണമേ. മരണപര്യന്തം വിശ്വസ്തനാ ആത്മാവിൻ സൽഫലം നൽകിടുവാൻ. മരണപര്യന്തം വിശ്വസ്തനാ ആത്മാവിൻ സൽഫലം നൽകിടുവാൻ. കൃപകളും വരങ്ങളും ഉജ്ജ്വലിക്കാൻ ആത്മാവിൻ ശക്തി പകരണമേ. കൃപകളും വരങ്ങളും ഉജ്ജ്വലിക്കാൻ ആത്മാവിൻ ശക്തി പകരണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രമൻ യാചന നൽകുമാറാകേണമേ. സന്തോഷം സമാധാനവും ദീർഘക്ഷമതയപരോപകാരം. സ്നേഹം സന്തോഷം സമാധാനവും ദീർഘക്ഷമതയപരോപകാരം. വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം നാൾതോറുമെന്നിൽ പെരുകണമേ. വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം നാൾതോറുമെന്നിൽ പെരുകണമേ. പ്രാർത്ഥന
കേൾക്കുന്ന ദൈവമേ സ്തോത്രമെൻ യാചന നൽകുമാറാകേണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രമെൻ യാചന നൽകുമാറാകേണമേ. യേശുവിൻ പാപപരിഹാര രക്തത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാശ്രയിപ്പൂ. യേശുവിൻ പാപപരിഹാര രക്തത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാശ്രയിപ്പൂ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രമെൻ യാചന നൽകുമാറാകേണമേ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സമയം ഏകദേശം ഇന്ന് തീരാറായിരിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ചയും ഈ പ്രോഗ്രാം തുടരുന്നതായിരിക്കും. വളരെ മനോഹരമായ ഗാനങ്ങളാണല്ലോ നാം ശ്രവിച്ചത്. ഒരു ഗാനം കൂടി നമ്മൾ പാടുന്നുണ്ട്. ഏറ്റവും അവസാനമായി ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി എന്ന മനോഹരമായൊരു ഗാനം ഔസേപ്പച്ചൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. ഇന്നത്തെ സത്യാരാധന സുവിശേഷ യാത്രയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കീബോർഡ് വായിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ജോണി അവരോടുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. പാട്ടുകൾ പാടിയ പ്രിയ ഔസേപ്പച്ചൻ സാറ്, പ്രിയ ശ്രേയാമോൾ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടുതൽ മാനിക്കട്ടെ, കൂടുതൽ പാടുവാൻ ദൈവം അവസരങ്ങൾ തരട്ടെ, കഴിവിനെ വർദ്ധിപ്പിക്കട്ടെ. പ്രിയ കർത്തദാസൻ കൃപയാൽ ജോൺ വിശ്വംഭരൻ എഴുതിയ ഗാനങ്ങളാണ് ഈ മ്യൂസിക്കൽ നൈറ്റിലൂടെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ അനേക ഗാനങ്ങൾ അടുത്ത ആഴ്ചകളിൽ നാം തുടരുന്നതായിരിക്കും. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഒരു ഗാനം കൂടി ശ്രവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമമുഖത്തിൽ കുടുങ്ങരുതേ. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമമുഖത്തിൽ കുടുങ്ങരുതേ. പാപത്തിൻ വഴികളെ വിട്ടുപിരിയ യേശുവിൻ മൃദുമുഖം വഹിച്ചിടാം. പാപത്തിൻ വഴികളെ വിട്ടുപിരിയ യേശുവിൻ മൃദുമുഖം വഹിച്ചിടാം. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമമുഖത്തിൽ കുടുങ്ങരുതേ. വിശ്വാസങ്ങൾ അനാചാരങ്ങൾ തൊട്ടു തീണ്ടുക പോലുമരുതേ. അന്ധകാരത്തിൻ വഴി വിട്ടുപോരുക. വെളിച്ച മക്കളായി സാക്ഷികളാകാം. അന്ധകാരത്തിൻ വഴി വിട്ടുപോരുക. വെളിച്ച മക്കളായി സാക്ഷികളാകാം. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമമുഖത്തിൽ കുടുങ്ങരുതേ. സ്നേഹത്താൽ അന്യോന്യം സേവിച്ചിടാം. കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥിച്ചിടാം. സ്നേഹത്താൽ അന്യോന്യം സേവിച്ചിടാം.
കൂട്ടായ്മയാചരിച്ച് പ്രാർത്ഥിച്ചിടാം. ഭക്യോപദേശങ്ങൾ ഇമ്പമായി കേട്ട് കർത്തൃമേശയിൽ പങ്കുചേരാം. ഭക്യോപദേശങ്ങൾ ഇമ്പമായി കേട്ട് കർത്തൃമേശയിൽ പങ്കുചേരാം. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ കൊടുങ്ങരുതേ. എളിയവർക്ക് പങ്കുവയ്ക്കണം, പീഡിതരെ നീ വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ ചെയ്യും ക്രിയകൾക്ക് സ്വർഗനിക്ഷേപം അവകാശമേ. യേശുവിൻ നാമത്തിൽ ചെയ്യും ക്രിയകൾക്ക് സ്വർഗനിക്ഷേപം അവകാശമേ. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ കുടുങ്ങരുതേ. യേശുവിൻ ശരീരമാ തിരുസഭയെ ക്രിസ്തുവാം തലയോളം വളരണം. യേശുവിൻ ശരീരമാ തിരുസഭയെ ക്രിസ്തുവാം തലയോളം വളരണം. മാതൃക പുരുഷനം യേശു കൂടെയുണ്ട്, യോഗ്യനമവനെ നാം അനുഗമിക്കാം. മാതൃക പുരുഷനം യേശു കൂടെയുണ്ട്, യോഗ്യനമവനെ നാം അനുഗമിക്കാം. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ കുടുങ്ങരുതേ. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ കുടുങ്ങരുതേ. പാപത്തിൻ വഴികളെ വിട്ടുപിരിയാം, യേശുവിൻ മൃദുമുഖം വഹിച്ചിടാം. പാപത്തിൻ വഴികളെ വിട്ടുപിരിയാം, യേശുവിൻ മൃദുമുഖം വഹിച്ചിടാം. ഒരിക്കൽ നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ കുടുങ്ങരുതേ. ദൈവകൃപയാൽ ഈ ലൈവില് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി ഈ 2 മണിക്കൂർ സമയം ഞങ്ങൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത കർത്താവിൽ പ്രിയരെ, നിങ്ങളെല്ലാവരും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ വരെ താമസമെങ്കിൽ വരുന്ന വ്യാഴാഴ്ചയും, അതെ 25-ാം തീയതി വ്യാഴാഴ്ച ഇതേ സമയത്ത് ഈ ലൈവ് പ്രോഗ്രാം കാണാനായിട്ട് കഴിയും. പ്രാർത്ഥനയോടെ സഹകരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമയമായിരിക്കുന്നു. ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ ഞങ്ങൾക്ക് അതേ ക്രമീകരിപ്പാൻ തൊക്കൊണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഞങ്ങളുടെ പ്രിയ ജ്യോതിഷന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായ മറ്റു പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചതായ ഞങ്ങളുടെ സന്തോഷ് പാർട്ടിൻ്റെയുമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിലും നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. വരുന്ന വ്യാഴാഴ്ച ഈ സത്യാരാധന ഗീതങ്ങൾ വീണ്ടും കേൾക്കുവാൻ തൊക്കൊണ്ട് ദൈവമായ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ സുന്ദരമായ ദിനത്തിൻ്റെ ഈ നല്ല നിമിഷങ്ങളിൽ അങ്ങേ പാടി ആരാധിപ്പാൻ, ദൈവദാസൻ്റെ സാക്ഷ്യം കേൾപ്പാൻ
കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ 43 വർഷമായി കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരുന്ന ആമേൻ കർത്തദാസൻ്റെ സാക്ഷ്യം കേൾപ്പാൻ താൻ രചിച്ച ഗാനങ്ങൾ ഇന്ന് രാത്രികാലം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവദാസനെ ദൈവം ഇത്രത്തോളം മാനിച്ചല്ലോ, ഇത്രത്തോളം ദൈവം ഉപയോഗിച്ചല്ലോ. അനേകരുടെ മുമ്പിൽ സുവിശേഷം പറയുവാൻ, അനേക രാജ്യങ്ങളിൽ, അനേക കോണുകളിൽ പോയി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് കൊടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. തൻ്റെ കുടുംബത്തെയും തൻ്റെ മക്കളെയെല്ലാം ദൈവം മാനിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അനേക ഗാനങ്ങൾ എഴുതുവാൻ കർത്താവ് കൃപ കൊടുത്തുവല്ലോ. ആ ഗാനങ്ങൾ അനേക ദൈവമക്കൾ ഇന്നും പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നല്ലോ. എല്ലാറ്റിനെയും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന പ്രിയ ശ്രേയമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയ ഔസേപ്പിൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പാടുവാൻ ആവശ്യമായ സ്വർഗീയമായ കൃപയാൽ ദൈവം നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രിയ ജോണി പാസ്റ്റോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അദ്ദേഹം ചെയ്യുന്ന എല്ലാ സംഗീത ശുശ്രൂഷകളെയും കർത്താവ് അധികമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ ഫേസ്ബുക്ക് പേജുകളിലൂടെ ഈ ലൈവ് ആമേൻ സ്തോത്രം പ്രക്ഷേപണം ചെയ്ത ആമേൻ സഹോദരന്മാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോടൊപ്പം ഈ 2 മണിക്കൂർ ഈ ഗാനങ്ങൾ ശ്രവിക്കുവാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവം അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, കാവൽ, കൂട്ടായ്മ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വിശേഷിച്ച് ബഹുമാന്യ കർത്തദാസനോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നു മുതൽ കർത്താവിൻ്റെ പുനരാഗമനം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയന്തം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുന്നു. ആമേൻ. ആമേൻ. ദൈവം എല്ലാവരെയും മാനിക്കട്ടെ. ആമേൻ. സ്തോത്രം.